വാർത്തമഴയിലേക്ക് വീണ്ടും ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും തോൽവി. കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ മുംബൈ സിറ്റിയോട് മറുപടിയില്ലാത്ത ഒരു ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ തോൽവി. 47-ാം മിനിറ്റിൽ ലാലിയൻ സുവാലെ ചാങ്തെയാണ് വിജയ ഗോൾ നേടി. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കടങ്ങളുടെ കണക്ക് പുസ്തകത്തിലേക്ക് മറ്റൊരു ഏട് കൂടി വന്നിരിക്കുകയാണ്. ഹോം ഗ്രൗണ്ടിൽ ആദ്യ തോൽവി, സീസണിലെ ആകെ രണ്ടാമത്തെ തോൽവി വഴങ്ങിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. മുംബൈ സിറ്റിക്കെതിരെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റത്. ആദ്യ പകുതിയിൽ ഗോൾ രഹിതമായിരുന്നു. രണ്ടാം പകുതിയിൽ 47-ാം മിനിറ്റിലാണ് മുംബൈക്കായി ലാലിയൻ സുവാല ചാങ്തെ ഗോൾ നേടിയത്. ആ ഒരൊറ്റ ഗോളിൽ അങ്ങനെ ജയിക്കുകയും ചെയ്തു മുംബൈ. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു നിരാശയുടെ ദിനം കൂടി. ഒന്നും പറയണ്ട, ഒരുപാട് പ്രതീക്ഷയോടെ വന്നത്. കുഴപ്പമില്ല, ഇനിയുണ്ടല്ലോ, ടൈം ഉണ്ടല്ലോ. ഓക്കെ, എന്താ വൻ നിരാശയായോ? സങ്കടം വന്നിട്ട് വയ്യ, എന്തായാലും ഇനി തിരിച്ചു വരും. ഇതന്നെയാണ് അടുത്ത കളി ശക്തമായി തിരിച്ചു വരും. കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരുപക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ മോഹൻ ബഗാനെതിരായ മത്സരത്തേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടു കളി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ജയിക്കാനാവാത്തത് വലിയ നിരാശ തന്നെയാണ്. പ്രത്യേകിച്ച് ഹോം ഗ്രൗണ്ടിൽ ഇത്രയും വലിയ ആവേശം നൽകുന്ന കാണികൾ ഉണ്ടായിട്ട് പോലും അവർക്ക് ഒരു ജയം സമ്മാനിക്കാൻ എല്ലാ കാലത്തും വലിയ തിരിച്ചടികളാണ് നൽകിയിട്ടുള്ളത്. പക്ഷെ അവിടെയെങ്കിലും ഒരു മാറ്റം വരുമെന്നായിരുന്നു. അതിനകത്ത് ഇത്തവണയും മാറ്റമില്ല എന്നത് തന്നെയാണ് ആരാധകർക്ക് അതിൻ്റെ ഒരു. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു, ഇനിയും തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. ഡിഫെൻസീവാ കളി. നാഷണൽ സ്റ്റേഡിയം ഫുള്ള് വെള്ളക്കെട്ട, നീന്തി കുളിക്കാറുണ്ട്. എവിടെ മൊത്തത്തിലാണോ? നോക്ക് ചേട്ടാ, കയറി നോക്ക്, ഫുള്ള് വെള്ളം. Kerala is the best team in the world after Lazio. Next time they will win. I'm very sad, very disappointed. Kevin Yoke, next time, we love you. Please score, please make a goal for us. We love you, Kerala. Number 1 team in India. ഫസ്റ്റ് മാച്ച് അല്ല, നെക്സ്റ്റ് മാച്ചിൽ നമ്മൾ എന്തായാലും വിൻ ചെയ്യും. ഓക്കെ. കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു സ്ട്രൈക്കർ ഇല്ലാത്തത്, അല്ലെങ്കിൽ ഗോളിലേക്ക് ഉന്നം വെക്കാൻ കൃത്യമായ ഒരാളില്ലാത്തതാണ് വലിയ തിരിച്ചടിയായി. അടുത്ത തവണ അതിന് മാറ്റമുണ്ടാകുമെന്നും ഇന്റർ കാശിക്കെതിരായ 28-ാം തീയതിയിലെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ജയിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ മടങ്ങുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.